എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലിക്കുമെന്നെ നിത്യം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 19-ാമത് വാക്യം. ആ വചനം നാം ഇങ്ങനെ വായിക്കുന്നു: 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല എന്ന വചനമാണ്. കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന ഭക്തനായ ഇയ്യോബ് ഓർമ്മപ്പെടുത്തുകയാണ്, എണ്ണിത്തീർക്കുവാൻ കഴിയുന്നതിനപ്പുറത്ത് അനവധി കഷ്ടതയുടെ വഴികളിലൂടെ ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതൽ യാത്ര ചെയ്യേണ്ടി വരുമെന്നും അവയെല്ലാറ്റിൽ നിന്നും യഹോവയായ ദൈവം അവനെ വിടുവിക്കുമെന്നും താൻ പ്രത്യാശിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. എന്തുകൊണ്ടാണ് ഒരു ക്രിസ്തു ഭക്തൻ്റെ ജീവിതത്തിൽ കഷ്ടതയുടെ വഴികളിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ, റോമാലേഖനം 5-ാം അധ്യായം 1-3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടണമെങ്കിൽ വിശ്വാസത്താലുള്ള നീതീകരണമാണ് അവൻ ഉണ്ടാകേണ്ടതെന്നും ആ വിശ്വാസത്താലുള്ള നീതീകരണത്തിലേക്ക് അവൻ എത്തുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ദൈവം നടത്തുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, അതു തന്നെയല്ല. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നുള്ളതായ വാക്കുകളാണ്. നമുക്ക് ഒരാത്മവിശ്വാസം നൽകുന്നതിന് വേണ്ടി, പ്രത്യാശയുടെ മണ്ഡലത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി കഷ്ടത നമ്മുടെ ജീവിതത്തിനകത്ത് തരികയും ആ കഷ്ടതയാണ് നമ്മെ സഹിഷ്ണുതയും സിദ്ധതയും പഠിപ്പിച്ച് ഒരു പ്രത്യാശയുള്ള വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലാക്കി നമ്മെ മാറ്റുന്നത് എന്നുള്ള പദമാണ് ശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ വരുമ്പോൾ ഓർപ്പിക്കുന്നുണ്ട്, നാം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിൽ കൂടെയാണ് ഒരു മനുഷ്യൻ സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നിത്യതയുടെ അവകാശികളാക്കി നമ്മെ തീർക്കുന്നതിന്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതൽ നിത്യതയിൽ എത്തിപ്പെടുന്നതിനു വേണ്ടി തന്നെ നടത്തുന്ന ചില വഴികളാണ് കഷ്ടതയുടെ വഴികളെന്ന് ഓർപ്പിക്കുക തന്നെയാണ്. എന്നാൽ ഈ കഷ്ടതയുടെ സമയങ്ങളിൽ കർത്താവ് നമ്മെ കൈവിട്ട് കളയുകയല്ല, കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവവും ആ കഷ്ടതയൊന്നും നമ്മെ തിന്മ തൊടുവാൻ അനുവദിക്കാത്ത തലത്തിൽ നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ് എന്ന് ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു 100,000 പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായെന്ന് വരാം. എന്നാൽ അവിടെയെല്ലാം നമ്മെ കൈപിടിച്ച് നടത്തുന്ന, നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു സർവശക്തിയുള്ള ദൈവത്തെക്കുറിച്ച് ആഴമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആത്മീക മണ്ഡലത്തിൻ്റെ നിലനിൽപ്പിന്, നമ്മുടെ മാനുഷിക മണ്ഡലത്തിൽ നമ്മുടെ മനസ്സ് തളർന്നു പോകാതെ, എൻ മനസ്സെ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടത്തെ കണ്ട് ഭയപ്പെടുകയല്ല, ആത്മധൈര്യത്തോടെ അതിനെ നേരിട്ടുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.
കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, അനുഗ്രഹിതമായിട്ടുള്ള നല്ല വചനത്തിനായി സ്തോത്രം. അനവധി കഷ്ടങ്ങളും വേദനകളും ഞങ്ങൾ അനുഭവിക്കുമ്പോഴും ഞങ്ങളെ അതിൽ നിന്നൊക്കെ വിടിവിക്കുന്ന ഒരു കർത്താവിനെക്കുറിച്ച് കേൾപ്പാൻ കൃപ നൽകുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾ ആത്മധൈര്യമുള്ളവരായി, ഞങ്ങൾ ദൈവകൃപയുള്ളവരായി ഈ നാളുകളിൽ മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കഷ്ടങ്ങളൊന്നും ഞങ്ങളെ തകർത്ത് കളയുവാനിടയാകാതെ അങ്ങയുടെ കരുണയുടെ കരം കാണുവാൻ കൃപ തരയണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.